ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസൺ ആവേശകരമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യം സൂപ്പർ താരങ്ങളെല്ലാം മികച്ച ഫോമിലാണ് കൂടുതലും കളിക്കുന്നത്. ഇതുവരെ കപ്പടിക്കാത്ത ടീമുകൾ ആദ്യ റൗണ്ടുകളിൽ തിളങ്ങുന്നത് ടൂർണമെന്റിന്റെ ആവേശം വളരെയധികം ഉയർത്തുന്നുമുണ്ട്. ഈ പ്രാവശ്യം ആദ്യ റൗണ്ട് പോരാട്ടങ്ങളിൽ ഏറ്റവും നിരാശപ്പെടുത്തിയ താരങ്ങളിൽ ഒരാൾ മുംബൈ ഇന്ത്യൻസ് മുൻ നായകനും ഇന്ത്യൻ ക്യാപ്റ്റനുമായ രോഹിത് ശർമ്മ തന്നെയാണ്. ഇന്ത്യൻ T20 ടീമിൽ നിന്ന് വിരമിച്ച രോഹിത് ശർമ്മയ്ക്ക് IPL മികവ് കാണിക്കാനായില്ല. കളിച്ച 3 മത്സരത്തിലും നിലവാരം കാട്ടാൻ രോഹിത്തിന് സാധിച്ചിരുന്നില്ല. മുംബൈയിൽ രോഹിത്തിന്റെ സ്ഥാനം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലാണ് നിലവിലെ താരത്തിന്റെ പ്രകടനം. അതിവേഗം റൺസ് ഉയർത്താനോ ടീമിന്റെ മാച്ച് വിന്നർ ആവാനോ ഇപ്പോൾ രോഹിത്തിന് കഴിയുന്നില്ല. ഈ സാഹചര്യത്തിൽ രോഹിത്തിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. മുൻ മുംബൈ ഇന്ത്യൻസ് പരിശീലകനും താരവുമായിരുന്ന സാഹിർ ഖാനുമായി രോഹിത് ശർമ്മ നടത്തിയ സ്വകാര്യ സംഭാഷണം വൈറലായിരുന്നു. മുംബൈയിൽ തുടരാൻ താല്പര്യമില്ലെന്ന തരത്തിലായിരുന്നു രോഹിത് സാഹിർ ഖാനോട് സംസാരിച്ചത്. ഇപ്പോൾ ഇതാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ലക്നൗ സൂപ്പർ ജയൻസിന്റെ ഉപദേഷ്ടാവാണ് ഇത്തവണ സാഹിർ ഖാൻ എന്നത്. മുംബൈയും ലക്നൌവും തമ്മിലുള്ള മത്സരത്തിന് മുന്നോടിയായി പരിശീലനം നടത്തവെയാണ് സാഹിറും രോഹിത്തും പ്രധാനമായിട്ടും കണ്ടുമുട്ടിയത്. ഈ സമയത്ത് രോഹിത് സാഹിറിനോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ സംസാര വിഷയമായിരിക്കുന്നത്. മുംബൈ ടീമിനായി താൻ എല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? ഞാനെല്ലാം കൃത്യമായി തന്നെ ചെയ്തു. ഇപ്പോൾ ഞാൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് സാഹിറിനോട് രോഹിത് പറഞ്ഞിരുന്നത്. ഈ സമയത്താണ് ഋഷഭ് പന്ത് കടന്നു വരുന്നതും. സാഹിറും രോഹിതും സംസാരിക്കുന്നതിനിടെ പിന്നിൽ നിന്നെത്തിയ ഋഷഭ് രോഹിത്തിനെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിക്കുകയും ചെയ്തു. ഈ സമയത്ത് രോഹിതും സാഹിറും തങ്ങളുടെ സംഭാഷണം നിർത്തി എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. രോഹിത് ശർമ്മ മുംബൈ ടീം മാനേജ്മെന്റിന്റെ പിന്തുണക്കുറവിനെ കുറിച്ച് തുറന്ന് സംസാരിച്ചെന്നാണ് ആരാധകരെല്ലാം തന്നെ പറയുന്നത്. ഇത് ശരിയാണെന്ന് തന്നെയാണ് ഇവരുടെ സംഭാഷണത്തിൽ നിന്നും യഥാർത്ഥത്തിൽ മനസ്സിലാകുന്ന കാര്യം. മുംബൈയുടെ മുൻ നായകനായ രോഹിത് ശർമ്മ 5 തവണ ടീമിനെ കിരീടത്തിലേക്ക് എത്തിച്ച നായകൻ കൂടിയാണ്. പക്ഷെ കഴിഞ്ഞ സീസണിൽ തികച്ചും അപ്രതീക്ഷിതമായി രോഹിത്തിനെ മുംബൈ നായക സ്ഥാനത്ത് നിന്നും നീക്കി. പകരം ആ സ്ഥാനത്തേക്ക് ഹർദിക് പാണ്ഡ്യയെ കൊണ്ടുവന്നു. ഇതിലെ അതൃപ്തി രോഹിത് പരസ്യമാക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് ടീം മാനേജ്മെന്റായി ധാരണയിലെത്തിയ രോഹിത് ഇത്തവണയും ടീമിൽ തുടരുകയായിരുന്നു. പക്ഷെ രോഹിത്തിനെ മുംബൈ ടീം കൈകാര്യം ചെയ്തതിൽ ആരാധകർക്കടക്കം വലിയ നിരാശയാണുള്ളത്. മുംബൈയെ 5 തവണ കിരീടത്തിലേക്ക് എത്തിച്ച ക്യാപ്റ്റനായിട്ടും വേണ്ടത്ര വിലയിരുത്തലുകൾ നടത്താതെയാണ് നായകസ്ഥാനത്ത് നിന്നും നീക്കിയത്. ഇതിൽ രോഹിത്തിന്റെ ഭാര്യ അടക്കം പരസ്യമായി രംഗത്ത് വന്നിരുന്നു. ഈ പ്രാവശ്യം മുംബൈയിൽ കളിക്കുന്നുണ്ടെങ്കിലും പഴയ മികവ് പ്രകടിപ്പിച്ചിരുന്നില്ല. പക്ഷേ മുംബൈയുടെ നായകസ്ഥാനം ഒഴിഞ്ഞ ശേഷം ഇന്ത്യയെ T20 ലോകകപ്പ് കിരീടത്തിലെത്തിക്കാൻ രോഹിത്തിന് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. രോഹിത് ശർമ്മയുടെ അവസാന IPL സീസണായി ഈ പ്രാവശ്യത്തെ സീസൺ മാറിയേക്കുവാനും സാധ്യതയുണ്ട്. രോഹിത് ഇതേ ഫോമിൽ കളിച്ചാൽ താരത്തെ മുംബൈ പ്ലേയിങ് 11-ൽ നിന്ന് തന്നെ മാറ്റുവാനുള്ള സാധ്യതയുമുണ്ട്. അതിവേഗത്തിൽ റൺസ് ഉയർത്താനോ സീനിയർ താരമെന്ന നിലയിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കളിക്കാനോ രോഹിത് ശർമ്മയ്ക്ക് ഇപ്പോൾ കഴിയുന്നില്ല. മാത്രമല്ല ഇമ്പാക്ട് പ്ലെയറായി ബാറ്റിങ്ങിൽ മാത്രമാണ് ഇപ്പോൾ രോഹിത്തിനെ കൂടുതലും ഉപയോഗിക്കുന്നത്. ഇതൊക്കെ വിലയിരുത്തുമ്പോൾ രോഹിത്തിന് മുംബൈക്കൊപ്പം അധികനാൾ പോകുവാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കാം. നിലവിൽ രോഹിത്തിന് മുംബൈയിൽ കാര്യമായി പരിഗണന ലഭിക്കുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യവും. ഇതിന്റെ നിരാശ രോഹിത്തിനുമുണ്ടെന്ന് വ്യക്തമാണ്.